നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ പൊരിഞ്ഞ ചൂടത്ത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകുന്ന പൊട്ടുവെള്ളരി വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പും പുളിയും മധുരവും എരിവും നല്ല തണുപ്പൊക്കെ ഉള്ള ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിക്സ് ചെയ്തൊന്നും ആവശ്യമില്ല. സ്പൂൺ വെച്ചൊന്നെല്ലാം മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതുപോലെ ഒരു പൊട്ടുവെള്ളരി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം അതിൻ്റെ തോല് ഇതുപോലെ ഒന്ന് ഒലിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/4 കപ്പോളം പൊട്ടുവെള്ളരി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കുരു വായിൽ തടയുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കുരു എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിതുപോലെ ഒരു പച്ചമുളകിൽ നിന്ന് 2 പീസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി നാരങ്ങ പിഴിഞ്ഞാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ എരിവൊക്കെ ഒന്ന് ഇളകാനായിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തണുപ്പിന് ആവശ്യമായ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി പൊട്ടുവെള്ളരി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്നത് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്